ഈ മണിക്കൂറിൽ ഏറ്റവും പുതുതായി വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം ഗുഡ് മോർണിംഗ് കേരളം കടക്കുന്നത്. കഴക്കൂട്ടത്ത ബിയർ പാർലറിൽ 5 പേർക്ക് കുത്തേറ്റു. 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ രാത്രി 11:30 ദേശീയപാതയിൽ ടെക്നോ പാർക്കിന് എതിർവശത്തുള്ള B6 ബിയർ പാർലറിൽ സംഭവമുണ്ടായത്. വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നിർബൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. നിർബൻ, ഒരു കത്തിക്കുത്തുണ്ടാകുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിൽ ബാറിലാണ് സംഘർഷമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. പിറന്നാൾ പാർട്ടിക്കിടെയാണ് സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സാഹചര്യം? അഞ്ജന, ഇന്നലെ രാത്രി 11:30 മണിയോടുകൂടി കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് എതിർവശത്തുള്ള ബിയർ പാർലറിലാണ് ആക്രമണം നടന്നത്. 5 പേർക്ക് ഈ കുത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ആക്രമണം നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പാർട്ടിക്കിടയിൽ അവിടെ മദ്യപിക്കാനെത്തിയ 2 സംഘങ്ങളുമായി പരസ്പരം ഏറ്റുമുട്ടലുണ്ടായി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 2 പേർക്ക്, ആകെ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും 2 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ശ്രീകാര്യം സ്വദേശികളായ ഷാലു, സൂരജ്, വിശാഖ്, സ്വരൂപ്, അതുൽ എന്നിവർക്കാണ് കുത്തേറ്റിട്ടുള്ളത്. ഇവിടെ ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവർ എത്തുന്നു. അടുത്ത് ഇരിക്കുന്ന മറ്റൊരു സംഘവുമായി ഇതിനിടയിൽ വാക്കുതർക്കമുണ്ടാകുന്നു. ഇതിനിടയിലാണ് കുത്തുന്നത്. ഈ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. അതുകൊണ്ട് ഈ പിറന്നാൾ പാർട്ടിക്ക് വന്നവർ എങ്ങനെയാണ് ഈ ആയുധങ്ങളുമായി ബാറിലെത്തിയത് എന്നത് കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. പോലീസ് പരിശോധന ഇന്ന് രാവിലെ തന്നെ നടത്തും. കാരണം ഈ അക്രമത്തിന് ശേഷം സംഭവമുണ്ടായി പോലീസ് ഉടൻ തന്നെ എത്തി ഈ പരിക്കേറ്റവരെയെല്ലാം ആശുപത്രിയിൽ എത്തിക്കുന്ന ചുമതലയിലായിരുന്നു. അതിനുശേഷമാണ് അന്വേഷണം ആരംഭിച്ചത്. ജീവനക്കാർ അതിനുശേഷം ബാർ അടയ്ക്കുന്ന സമയമായതിനാൽ ഈ ബാർ പൂട്ടി മടങ്ങുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ബാർ തുറന്ന ശേഷം സംഭവ സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തും. ഇതിൽ 2 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ഈ ബാറിൽ ഈ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ എത്തിയവരും നേരത്തെ ബാറിൽ ഉണ്ടായിരുന്നവരും തമ്മിലുള്ള തർക്കമാണ്. നേരത്തെ എന്തെങ്കിലും പൂർവ്വവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അക്രമ സംഭവത്തിൽ ഏർപ്പെട്ടവർക്ക് മറ്റ് ചില ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന കാര്യവും പരിശോധിക്കൊണ്ട് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ 2 പേർ സ്വകാര്യ ആശുപത്രിയിലും 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. അഞ്ജന. ശരി നിർബൻ, എന്തായാലും കഴക്കൂട്ടത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴക്കൂട്ടത്ത് ബാറിൽ കത്തിക്കുത്തുണ്ടാകുന്നു. 5 പേർക്കാണ് കുത്തേറ്റിരിക്കുന്നത്. വിവരങ്ങളാണ് നിർബൻ ചക്രവർത്തി പങ്കുവച്ചത്.